സന്തോഷമായി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് മുന്നോട്ടിറങ്ങിയ ആരാന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷം കൊണ്ട് എന്താണ് പറയേണ്ടതെന്നറിയാതെ ശാന്തമ്മ. കടത്തിണ്ണകളിലും സിവിൽ സ്റ്റേഷൻ പരിസരത്തും കിടന്നുറങ്ങേണ്ടി വന്ന ശാന്തമ്മയ്ക്കും സുരക്ഷിത ഭവനം ഒരുങ്ങുന്നു. നേരത്തെ വാടക വീട്ടിലായിരുന്നു താമസം. എന്നാൽ തൊഴിലെടുക്കുവാൻ പോലും പ്രാപ്തിയില്ലാതെ വന്നതോടെ വാടക വീടിന്റെ പടിയിറങ്ങി. നേരം ഇരുട്ടിയാൽ എവിടെയെങ്കിലും കിടന്നുറങ്ങും. പലരും നൽകുന്ന സഹായം കൊണ്ടാണ് പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് യൂണിവേഴ്സൽ കോളേജിന് സമീപം 3 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങിയത്. അവിടെ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിന്റെ പ്രാരംഭഘട്ടം എന്ന നിലയിൽ വീടിന് തറക്കല്ലിട്ടു. പദ്ധതിയുടെ വിശദാംശങ്ങൾ വീടിന് തറക്കല്ലിട്ട ശേഷം നഗരസഭാ ചെയർപേഴ്സൺ സി മുഹമ്മദ് ബഷീർ പങ്കിട്ടു. മണ്ണാർക്കാട് നഗരസഭയിലെ 9 അതിദരിദ്രരായ ആളുകൾക്ക് 3 സെന്റ് വീതം സ്ഥലവും അതുപോലെ തന്നെ അവർക്ക് അതിൽ വീട് വെക്കാനുള്ള ഫണ്ടും മണ്ണാർക്കാട് നഗരസഭ നീക്കിവെച്ച് ഇന്ന് അതിന്റെ വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. അതിൽ ഏറ്റവും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നത് പ്രായമായ ശാന്തമ്മ എന്നുള്ള സ്ത്രീക്കും അവരുടെ കുടുംബത്തിനുമാണ്. വലിയ സന്തോഷവും അഭിമാനവുമാണ് ഈ ഒരു മുഹൂർത്തത്തിൽ മണ്ണാർക്കാട് നഗരസഭയ്ക്കുള്ളത്. നമുക്കറിയാം, ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അവർക്ക് വാസയോഗ്യമായ ഒരു വീടും ഇല്ലാത്ത ഒരവസ്ഥയിൽ അതിദരിദ്രരായ 9 കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി മണ്ണാർക്കാട് നഗരസഭ നടപ്പാക്കുന്നത്. ഇതില് ബാക്കിയുള്ള വീടുകൾ, കുറച്ച് വീടുകൾ ഇവിടെ ഉണ്ട്, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള വീടുകളും അടിയന്തരമായി അത് നിർമ്മാണം തുടങ്ങുകയും അവരുടെ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കുകയും ചെയ്യും. അത് ഈ പ്രവൃത്തികൾക്ക്, ഈ ഒരു പദ്ധതിക്ക് വലിയ രീതിയിൽ മുൻകൈയെടുത്ത് ഇത് പദ്ധതി നടപ്പാക്കാൻ മണ്ണാർക്കാട് നഗരസഭയുടെ സെക്രട്ടറി സതീഷ് കുമാർ, അതുപോലെ തന്നെ എന്റെ സഹ കൗൺസിലർമാർ, എല്ലാവരുടെയും വലിയ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായി കൊണ്ടാണ് കേരളത്തിൽ നവംബർ 1 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ 20 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് ആ ഒരു പദ്ധതി, അതിദരിദ്രരില്ലാത്ത മണ്ണാർക്കാട് നഗരസഭ എന്ന പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ രീതിയിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്. തുടർന്നും ഇത്തരം ജനങ്ങൾക്ക് ഗുണപ്രദമായ പദ്ധതികളുമായി മണ്ണാർക്കാട് നഗരസഭ മുന്നോട്ട് പോകും. നമ്മുടെ ഏറ്റവും അവരുടെ മുഖത്തുള്ള സന്തോഷം, നമ്മുടെ ശാന്തമ്മയുടെയും അവരുടെ കുട്ടികളുടെയും ഒക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു തുണ്ട് ഭൂമിയിൽ സുരക്ഷിതമായ ഒരു വീട് എന്നുള്ളത്. അതാണ് ഇവിടെ പൂവണിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ കാര്യത്തിൽ സഹകരിച്ച എല്ലാവർക്കും നഗരസഭയുടെ പിന്തുണയും അതുപോലെ തന്നെ നന്ദിയും കൂടി രേഖപ്പെടുത്തുകയാണ്. 4 ലക്ഷം രൂപയ്ക്ക് വീടൊരുക്കുക എന്നത് പ്രയാസകരമാണ്. എന്നാൽ പ്രേമരാജൻ എന്ന കോൺട്രാക്ടർ വീട് നിർമ്മിക്കുവാൻ തയ്യാറാണെന്ന് അറിയിച്ചതോടെയാണ് വീടിന് തറക്കല്ലിടാൻ കഴിഞ്ഞതെന്ന് സെക്രട്ടറി സതീഷ് കുമാർ പറഞ്ഞു. കേരളത്തിൽ തന്നെ അതിദരിദ്രർ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ ഒരു നഗരസഭയാണ്, ഭൂമിയും വീടില്ലാത്ത നഗരസഭകളിൽ ഒന്നാണ് മണ്ണാർക്കാട്. ആ സമയത്ത് ഇവിടെ റവന്യൂ ഭൂമി ഇല്ലായിരുന്നു, സർക്കാർ ഭൂമി നമുക്ക് അലോട്ട് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സ്വകാര്യ ഭൂമി കണ്ടെത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ നമ്മൾ 9 പേർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുത്തു. 8 പേര് സ്വന്തമായിട്ട് തന്നെ വീട് പണി തുടങ്ങാൻ പ്രാപ്തിയുള്ളവരാണ് അവർ തുടങ്ങിയത്. ശാന്തമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വന്തമായിട്ട് വീട് പണി തുടങ്ങാനുള്ള പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ കൗൺസിലിൽ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയിൽ സെക്രട്ടറി ചെയർമാൻ അടങ്ങുന്ന സമിതി, അതിൽ സെക്രട്ടറിയാണ് ശാന്തമ്മയ്ക്ക് വേണ്ടിയിട്ട് കരാറുകാരനെ കണ്ടെത്തി എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 10 ദിവസം കൊടുത്തപ്പോൾ അധികം കരാറുകാരൊന്നും വന്നില്ല. കാരണം 4 ലക്ഷത്തിന് ഒരു വീട് വെക്കുക പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേമരാജ് കോൺട്രാക്ടർ അത് ചെയ്തോളാമെന്ന് ഏറ്റെടുക്കുകയും അദ്ദേഹവുമായി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഇപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ നടന്നത്. ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിനാണ് ഏറ്റവും നന്ദി പറയുന്നത്. പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി കൊടുക്കുന്നുള്ള വിശ്വാസമുണ്ട്. എല്ലാവർക്കും എന്റെ പ്രാർത്ഥനയുണ്ടാകും. വീട് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും ശാന്തമ്മ പറഞ്ഞു. സന്തോഷമായി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് മുന്നോട്ടിറങ്ങിയ ആരാന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 39 കൊല്ലായി പഞ്ചായത്തിന് കോടിപ്പടി കയറി ഇറങ്ങണേ. ആയി ചേച്ചി ആവും, വോട്ടിട്ടോളി ആവും. എവിടെ വോട്ട് കഴിഞ്ഞ് ചെന്ന് ചോദിക്കുമ്പോ പറയും, പിന്നെ അതിന് കയറുന്ന ആളെ എന്താ തീരുമാനിക്കണെന്ന് അറിയുന്നു. ഈ തവണ കഴിഞ്ഞ അവിടുത്തെ വോട്ട് കഴിഞ്ഞിട്ട് കയറിയ ആൾക്കാര് ദൈവവഴിയില്ലാതെ, എന്നോടല്ല, സ്നേഹമല്ല,
സർവശക്തനായ അള്ളാഹുവിന് സ്നേഹമുള്ളത് കൊണ്ട് ഈ അഗതിയായ എന്നെ കണ്ടു. നേരം വെളുക്കുമ്പോ ബസ് സ്റ്റാൻഡിൽ പോയി കിടന്നുറങ്ങും, രാത്രി ഇടിയ കോടതിയിൽ ഇറയത്തിരുന്നുറങ്ങും. നായ, പൂച്ച, കൊതുക്, കള്ളന്മാര് കൂടി നിൽക്കും. അത് നീക്കിപ്പോ അവിടെ വന്നിട്ട് മണ്ണാർക്കാട് നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൌൺസിലർമാർ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.